കഴിഞ്ഞ പ്രാവശ്യത്തെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച റാങ്കുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എൻട്രി ആപ്പ് ആണ്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് മെക്കാനിക്കൽ കഴിഞ്ഞ ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും ഒരു ഡ്രീം പോസ്റ്റ് തന്നെയാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 26/2026 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് അല്ല. ഇതിന് ചില ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് മെക്കാനിക്കലും ഓട്ടോമൊബൈലും ആണുള്ളത്. എന്നാൽ അഡീഷണൽ ആയിട്ട് ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, അതേപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, അതേപോലെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. അപ്പോൾ നിങ്ങളൊരു മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതേപോലെ തന്നെ മെക്കാനിക്കലും ഓട്ടോമൊബൈലും കഴിഞ്ഞ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് തീർക്കുക. കാരണം അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 26/2026 ആണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. വേക്കൻസീസ് എത്രത്തോളം വരുന്ന പലരും ചോദിക്കാറുണ്ട്. വേക്കൻസീസ് നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, അനൗൺസ്ഡ് അല്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്നത് വേക്കൻസി കുറവായിരിക്കുന്നതാണ്. ഒരിക്കലും അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് എന്നുണ്ടെങ്കിലും നല്ലൊരു നമ്പർ തന്നെ, 100-ൽ കൂടുതൽ നമ്പർ. മുൻ വർഷങ്ങളിലൊക്കെ 300 പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ തന്നെ 100-ലധികം പോയിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന എക്സാംസിലും ഒരു മികച്ച വേക്കൻസി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൂടാതെ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 45,600 മുതൽ 95,600 വരെയുള്ള ഒരു മികച്ച പേ സ്കെയിൽ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ഒരു സാലറി സ്ലിപ്പിനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന് ഏറ്റവും മികച്ച സാലറി തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേ സ്കെയിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ഏജ് ലിമിറ്റ് ആണ്. സ്വാഭാവികമായിട്ടും ഏജ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്, അതായത് ഒരു 4 ഇയർ റിലാക്സേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇതിന്റെ ഏജ് ലിമിറ്റിന്റെ ഒരു നമ്മൾ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2/1/1986 മുതൽ അതേപോലെ തന്നെ 1/1/2005 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏജ് ലിമിറ്റിന്റെ ഉള്ളിൽ വന്നിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും 21 മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കാണണം. സോ ഈ ഏജ് ലിമിറ്റിലുള്ള ആളുകൾ, അതായത് പലരും വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ ഏജ് ഓവർ ആയിട്ടുണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ PSCയുടെ റിലാക്സേഷൻ ഇവിടെയും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 21 മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഏജ് ലിമിറ്റിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇത്തവണ 21 മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അപ്പൊ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 2 ബ്രാഞ്ചസുകളാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഈ 2 ബ്രാഞ്ചസിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ചെയ്യാവുന്നതാണ്. അത് 3 ഇയർ ഡിപ്ലോമയാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ബിടെക് ഉള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. സോ 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്, ഇതിൽ ചില സബ് ബ്രാഞ്ചുകൾ, ഇപ്പോൾ പ്രൊഡക്ഷൻ, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല സബ് ബ്രാഞ്ചുകൾ ഉണ്ടല്ലേ. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെയോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെയോ ഇക്വലന്റ് ആയിട്ടുള്ള ബ്രാഞ്ചസിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഇതിലെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് അഡീഷണലി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കലിലോ എന്ത് മതി, ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഉണ്ടായി കഴിഞ്ഞാൽ മതി. അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ബ്രാഞ്ചസിലും ഇത് അപ്ലിക്കബിൾ ആണ്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ ഒരു ലൈസൻസ് എന്ന് പറയുന്ന കാര്യം. അതായത്
നിങ്ങൾക്കിവിടെ മോട്ടോർ സൈക്കിൾ ലൈസൻസ്, അതേപോലെ ഹെവി ഗുഡ്സ് വെഹിക്കിൾ ലൈസൻസും, അതേപോലെ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ലൈസൻസും ഇവിടെ അത്യാവശ്യമാണ്. അത് ഒരു വലിയ ക്രൈറ്റീരിയ തന്നെയാണ്. കാരണം ഒരുപാട് ആളുകൾ ഇത് മിസ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എക്സാമിന് പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകൾ പോലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ലൈസൻസ് എടുക്കാത്ത ആളുകളുണ്ട്. ഇനിയൊരു ചുരുങ്ങിയ സമയത്തുള്ള ലൈസൻസ് കിട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊട്ടടുത്തുള്ള എന്ത് ചെയ്യുക, ട്രാൻസ്പോർട്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുക. കാരണം ഒരു മാസത്തിനുള്ളിലൊക്കെ ഈ ഒരു ലൈസൻസ് അക്വയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നിരുന്നാലും നിങ്ങൾ അതിന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അതിന് ട്രൈ ചെയ്യുക. കാരണം ലൈഫിൽ വരുന്ന ഓപ്പർച്യൂണിറ്റിയാണ്, വല്ലപ്പോഴാണ് നമുക്ക് ഇതേപോലെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. സോ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യത്തിന് വേണ്ടി നോക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അതായത് ഈ സമയത്തിനുള്ളിൽ പലരും ചിന്തിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് ഇപ്പം നമ്മൾ യെസ് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലുമില്ല. നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾക്കറിയാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2026 അതായത് ജൂലൈ 1 ആയിരിക്കും. അപ്പോൾ ജൂലൈ 1 ശേഷമാണ് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്നതെങ്കിൽ കാര്യമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജൂലൈ 1 മുമ്പായിട്ട് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച റാങ്കുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എൻട്രി ആപ്പ് ആണ്. 150-ലധികം ഉദ്യോഗാർത്ഥികൾ ഇന്ന് എൻട്രി ആപ്പിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അടുത്ത അവസരം നിങ്ങളുടേതാണ്. 2026 നടക്കാൻ പോകുന്ന MBA എക്സാമിൽ, MBA എക്സാം എപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയം ഉണ്ടാവും. ഞാനത് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഏകദേശം ഏത് സമയത്തായിരിക്കും ഇതിന്റെ എക്സാം നടത്താൻ പോകുന്നത്, അതേപോലെ തന്നെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയവയെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച മെക്കാനിക്കൽ അധ്യാപകരുടെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സും കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പും വീഡിയോ ക്ലാസ്സും മോക്ക് ടെസ്റ്റും ചേർന്നുകൊണ്ടുള്ള ഒരു കമ്പൈൻഡ് റിസൾട്ട് തന്നെയാണ് കേരളത്തിലെ തന്നെ നമ്പർ 1 റിസൾട്ടുകളിൽ ഒന്ന് എൻട്രി ആപ്പിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അടുത്ത അവസരം നിങ്ങളുടേതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് മുന്നോട്ട് വെക്കേണ്ടത്. സോ എൻട്രിയുടെ MBA ബാച്ചസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി എന്തെല്ലാം കാര്യങ്ങൾ അഡീഷണലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ കാൻഡിഡേറ്റിൽ 165 മെയിൽ കാൻഡിഡേറ്റിന്റെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത്. അത് ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 152 ആണ്. എന്നാൽ SC/ST അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 160 സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 150 സെന്റിമീറ്റർ ആണ് ഹൈറ്റിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ചെസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 81 സെന്റിമീറ്റർ ആണ് മെയിൽ കാൻഡിഡേറ്റിന് പറഞ്ഞിരിക്കുന്നത്. എക്സ്പാൻഷൻ മിനിമം 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ, അത് ഫീമെയിൽ അപ്ലിക്കബിൾ അല്ല. സോ ഈ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അതെല്ലാം വളരെ കൃത്യമായിട്ട്, അതായത് ഏജിന്റെ കാര്യത്തിൽ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ലൈസൻസ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, അങ്ങനെ കുറെ അധികം കടമ്പകൾ കടന്നതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സാമിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാം കൊണ്ടും എലിജിബിൾ ആയിട്ടുള്ള പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്ലൈ ചെയ്ത് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോടുകൂടി പഠിക്കുക എന്നുണ്ടെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പവർഫുൾ ആയിട്ടുള്ള ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ട് മാറാൻ സാധിക്കും. ഇനി ഇതിന്റെ വിഷ്വൽ സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്റ്റന്റ് വിഷൻ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഐ 6/6 സ്നെലൻ പറഞ്ഞിട്ടുണ്ട്, ലെഫ്റ്റ് ഐ 6/6 സ്നെലൻ പറഞ്ഞിട്ടുണ്ട്, നിയർ വിഷൻ 0.5 സ്നെലൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ 0.5 സ്നെലൻ ലെഫ്റ്റ് ഐയിലും പറഞ്ഞിരിക്കുന്നത്. അതേപോലെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ പാടില്ല, അതേപോലെ തന്നെ എനി മോർബിഡ് കണ്ടീഷൻസ് ഓഫ് ഐ ഓർ ലിഡ്സ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഐ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഐ ക്ലിനിക്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. നോർമൽ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് യാതൊരു ഇഷ്യൂസും ഇല്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണ് നിങ്ങളുടെ വിഷന്റെ കാര്യത്തിൽ, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ തൊട്ടടുത്തുള്ള ഐ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതൊന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് മുന്നിൽ പ്രിപ്പറേഷന് എത്ര സമയം ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും സംശയം. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു 6 മാസത്തിനുള്ളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ കേരള PSCയുടെ ട്രെൻഡ് അനലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 6 മാസങ്ങൾക്കുള്ളിൽ നോട്ടിഫിക്കേഷന് ശേഷം എക്സാം നടക്കുന്ന ടെൻഡൻസിയാണ്. 5 മാസത്തിലും അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നോട്ടിഫിക്കേഷൻ വന്ന് വിത്തിൻ 5 months ഒക്കെ എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ നിലനിർത്തി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 6 മാസത്തിനുള്ളിൽ എന്ന് പറയുന്ന സമയത്ത് ഡിസംബറിലോ അടുത്ത വർഷം ജനുവരി ആദ്യത്തിലോ ഈ ഒരു എക്സാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ അതിനുവേണ്ടിയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഇന്ന് തന്നെ തുടങ്ങാം.
നോട്ടിഫിക്കേഷൻ വന്ന ഒരു ദിവസമായതുകൊണ്ട് തന്നെ മാത്രമല്ല എൻട്രിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മന്ത് എൻഡ് ഓഫർ എന്ന് പറയുന്നത് ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും മികച്ച ഓഫറാണ് മന്ത് എൻഡ് ഓഫറിന്റെ ഭാഗമായിട്ട് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ എൻട്രിയുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ ഏറ്റവും മികച്ച കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അഡ്മിഷൻ എടുക്കുന്ന പുതിയ ബാച്ചസിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നേ വരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഓഫറോട് കൂടിയാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. സോ എൻട്രിയുടെ AMVI ബാച്ചസിൽ ജോയിൻ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾ അറിയാനും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു യൂണിഫോം പോസ്റ്റിലേക്കുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കും. അത് എൻട്രിയോടൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ട് നേടിയിട്ടുള്ള എൻട്രിയോടൊപ്പം ആവട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.